എടാ അയാൾ അവിടെ കുറച്ച് നേരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോയി കുറച്ച് വെള്ളം കൊടുക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി ഞാൻ ഫോൺ കൊടുക്കാം, സംസാരിച്ചോ. ഹലോ, മിഥുൻ അല്ലേ? മിഥുൻ ലൈനിലുണ്ടോ? ഹലോ, ആരാ സംസാരിക്കുന്നത്? അയ്യോ മനസ്സിലായില്ല. ഞാൻ സംയുക്തയാണ് സംസാരിക്കുന്നത്. മിഥുൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? അവിടെ ഇപ്പൊ എന്താ അവസ്ഥ? അവരാരെങ്കിലും മിഥുൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല സാം, ഇവിടെ നീ എന്താണ് അവന്റെ ചെവിയും കടിച്ചോണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ലടാ, ഇത്തിരി വെള്ളം ചോദിച്ചപ്പോ കൊടുക്കാമെന്നാ. എന്റെ അനുവാദമില്ലാതെ ഇതിനകത്തൊരു ഈച്ച പോലും കയറാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കണം. വാടാ ചേട്ടാ, എന്താ പ്രശ്നം? എടാ, ഈ ഏരിയയില് കോടാലി ശിവൻ ആരാണെന്നറിയോ? അവൻ നമ്മളെ കുറിച്ച് ഇവിടെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആ കോടാലി ശിവൻ ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ അങ്ങനെ ആർക്കും അറിയാൻ തോന്നുന്നില്ല ചേട്ടാ. ചേട്ടാ, ഇപ്പൊ ഇവിടെ വന്നുപോയ രമേശ് അയാളുടെ ആളാ ചേട്ടാ. എന്നാ അവനെ പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. എടാ, വീടിനെ വിളിക്കുന്നുണ്ട്. വാ. നിനക്കൊരു കോടാലി ശിവനെ അറിയോ? അതെനിക്ക് എടാ, അയാളും നീയും തമ്മിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നോ? ചേട്ടാ, അത് പിന്നെ സത്യം പറയടാ. നിനക്ക് കോടാലി ശിവനെ അറിയോടാ? അയാൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ ഫോൺ എവിടെടാ? അത് ഫോണ് എന്റെ ഫോൺ ഇവിടെ കളഞ്ഞു പോയേട്ടാ. എവിടെ വെച്ചാടാ ഫോൺ കാണാതെ പോയേ? സത്യം പറഞ്ഞോണം. ഞാൻ പറഞ്ഞത് സത്യം ഏട്ടാ. എവിടെ കളഞ്ഞു പോയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവന്റെ ബോഡി മൊത്തം ചെക്ക് ചെയ്യ്. അണ്ണാ ഇവിടെ ഒന്നും ഇല്ലണ്ണ. എടാ, ഇവന്റെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. പോയി കണ്ടുപിടിക്ക. ശരി അണ്ണ. ഡാ, നീ ഇവിടെ തന്നെ കാണണം. മിഥുൻ, ഞാൻ പറയുന്നത് കേൾക്കാമോ? യെസ് സാം, കേൾക്കാം. മിഥുൻ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് പറയാമോ? അറിയില്ല സാം, ഇത് ഏതാ സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല. അവര് മിഥുനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുമ്പോ വല്ല സൈൻ ബോർഡോ മറ്റോ കണ്ടിരുന്നോ? ഇല്ല സാം. സാം, ഞാനിപ്പോ സിറ്റി മാർക്കറ്റ് റോഡിന്റെ അടുത്ത് എവിടെയോ ഉള്ളത്. പക്ഷെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് എവിടെയോ ഉള്ളതെന്ന് പറയാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞത്? സിറ്റി മാർക്കറ്റിന്റെ അടുത്താണല്ലേ? ആ അതെ സാം. സിറ്റി മാർക്കറ്റിന്റെ അടുത്ത് എവിടെയാണെന്ന് എങ്ങനെ കണ്ടെത്തും? എടാ, എവിടെന്നെങ്കിലും കിട്ടിയോ? ഫോൺ ഇവിടെ എങ്ങും കാണുന്നില്ല ചേട്ടാ. ഡേയ് വാ. ഹലോ മിഥുൻ. എന്താ പറ്റിയ? എന്താന്നറിയില്ല, സംസാരിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ. ഇനി നിന്നെ എന്റെ കൺവെട്ടത്തെങ്ങാനും കണ്ടാ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്.
ഇവന്റെ ശരീരത്തിൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കേ. ചേട്ടാ ഇവന്റെ കയ്യിൽ ഫോണൊന്നുമില്ല. എടാ, ആ രമേശന് ഇവിടുത്തെ കാര്യങ്ങൾ ആരെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല. ഇവനെ എത്രയും വേഗം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ. വേഗം വണ്ടി കൊണ്ടുവരാൻ അവനെ വിളിച്ചു പറ. നമുക്കിനി ഒരുപാട് സമയമില്ല. എടാ രതീഷേ, നീ ഇപ്പൊ എവിടെയാണെങ്കിലും ശരി സിറ്റി മാർക്കറ്റിലെ ഗായത്രി നഗറിലേക്ക് വരണം. ഹലോ മേഘ. ഹലോ ഹലോ അർജുൻ, മിഥുനേട്ടൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. സിറ്റി മാർക്കറ്റിലുള്ള ഗായത്രി നഗരം ഏരിയയിലാ ഇപ്പൊ മിഥുനേട്ടനുള്ളത്. അവര് മിഥുനേട്ടനെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എന്നാലും അത് ഗായത്രി നഗറിന്റെ ഉള്ളില് എവിടെയാണെന്ന് എങ്ങനെ അറിയാം? നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? ഇപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മൾ എത്താൻ ലേറ്റായി മിഥുനേട്ടനെ അവരെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കളയും. അതും ശരിയാണ് മേഘ. എന്നാ ശരി, ഞാൻ നേരെ അമ്പലത്തിലേക്ക് വന്നേക്കാം. പെട്ടെന്ന് വാ, ഞാൻ കാത്തു നിൽക്കും. എന്നാ പിന്നെ അമ്മേ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. മിഥുനേട്ടനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എനിക്കാ. അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട, മിഥുനേട്ടനെ ഞാൻ കൊണ്ടുവരും. മോളെ, എന്തൊക്കെയാ ജയേട്ട് ഇവിടെ നടക്കുന്നത്? എല്ലാം നല്ലതിനായിരുന്നുമേ. അവൾ ഇനി കുറച്ചു കാലം കൂടി സംയുക്തയായി തുടരണം. അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. പല കാര്യങ്ങളും നിറവേറ്റിയെടുക്കാനുണ്ട്. എന്ത് ഉദ്ദേശേട്ടാ? മഞ്ജരിയുടെ കുരുട്ടുബുദ്ധിയിൽ നിന്ന് ആദ്യം നിന്നെ രക്ഷിക്കണം. ആ താടകയുടെ അടുത്തുനിന്ന് നമ്മുടെ മോനെയും രക്ഷിച്ചെടുക്കണം. വിവേകിന്റെയും ചാരുവിന്റെയും കല്യാണവും നടത്തണം. അതിലെല്ലാം ഉപരി നന്ദൻ കുടുംബത്തിന് മുൻപോട്ടുള്ള ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യണം. ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ സംയുക്തയായിട്ട് തന്നെ മേഘന നമ്മുടെ വീട്ടിൽ തുടർന്നേ പറ്റൂ. നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നതുവരെ സംയുക്തയും മേഘനയും ഒരാളാണെന്ന് ഒരു ഈച്ച പോലും അറിയാൻ പാടില്ല. സംയുക്ത ലക്ഷ്യത്തിൽ എത്തുന്നത് വരെയെങ്കിലും മേഘന നന്ദൻ കുടുംബത്തിലെ മരുമകളുടെ സ്ഥാനത്ത് നിന്നും അകന്നു നിന്നേ പറ്റൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്റെ മരുമോൾ എന്റെ കൺമുമ്പിൽ വന്ന് നിന്നിട്ടും സന്തോഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? അങ്ങനെ ചിന്തിക്കല്ലേ. ഇതുവരെ എല്ലാം സഹിച്ചില്ലേ? ഈ സമയവും കടന്നു പോകുന്നു ചിന്തിക്ക്. ഇനി കുറച്ചു നാളുകൾ കൂടി നമ്മൾ ഈ സത്യം മറച്ചു പിടിക്കാനുള്ള ധൈര്യം കാണിച്ച ഭാവിയിൽ നമുക്ക് നന്മയുണ്ടാകൂ. അത് നീ ഒന്ന് മനസ്സിലാക്ക്. കൂടുതലൊന്നും ചിന്തിക്കാതെ നീ വന്നേ. എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മൾ എത്തുന്നതിന് മുന്നേ അവർ മിഥുനേട്ടനെ ഷിഫ്റ്റ് ചെയ്താ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആയി പോവും. ഒന്ന് സ്പീഡായിട്ട് പോവോ? നീ ധൈര്യമായിട്ടിരിക്കും മേഘ. അതെ മേഘ, സിറ്റി മാർക്കറ്റ് ഇവിടം തൊട്ടാണ് തുടങ്ങുന്നത്. നീ ഇപ്പൊ എവിടെയാണെങ്കിലും ശരി സിറ്റി മാർക്കറ്റിലെ ഗായത്രി നഗറിലേക്ക് വരണം. അർജുൻ, ഫോണിലൂടെ സിറ്റി മാർക്കറ്റിലെ ഗായത്രി നഗറിലേക്ക് വായെന്ന് അയാൾ ആരോടെ പറയുന്നത് ഞാൻ കേട്ടു. സിറ്റി മാർക്കറ്റിൽ നിന്ന് ഗായത്രി നഗറിലേക്ക് പോവാൻ ഏതൊക്കെ വഴികളാ ഉള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ബട്ട് ഈ ഗായത്രി നഗർ എന്ന് പറഞ്ഞ ഏരിയ വളരെ വലുതാണ് മേഘ. എവിടെയെന്ന് വെച്ചാൽ അന്വേഷിക്കാം. ഈ ഫോൺ കോള് ലൈവായിട്ട് തുടരുന്നിടത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്ന ഉറപ്പാ. എന്തെങ്കിലും ഒരു ക്ലൂ അവര് തരും. നമുക്കൊന്ന് ഇറങ്ങി നടന്നാലോ? ശരി മേഘ. സവോള 30
അർജുൻ, ഈ ശബ്ദം കേൾക്കുന്നില്ലേ? ഏതോ ഒരു പച്ചക്കറി കടക്കാരന്റെ ശബ്ദമായി കേൾക്കുന്നത്. ആ പച്ചക്കറി കടക്കാരൻ ഇപ്പോ മിഥുനേട്ടനുള്ള സ്ഥലത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ എവിടെയുള്ളെന്ന് കണ്ടുപിടിച്ചാ ഓൾമോസ്റ്റ് മിഥുനേട്ടൻ എവിടെയെന്ന് മനസ്സിലാവും. മേഘ, നമ്മൾ ഒരേ വഴിക്ക് അന്വേഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ രണ്ടു വഴിക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത് ശരി അർജുൻ. അർജുൻ ഈ വഴി പൊയ്ക്കോ, ഞാൻ ഈ വഴി പോകും. സൂക്ഷിച്ച്. ഇതെന്താ പറ്റിയത്? ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എത്രയും പെട്ടെന്ന് കച്ചവടക്കാരനെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്തു പറ്റി മഞ്ജരി? നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. കൂലായിട്ടിരുന്ന് ആലോചിക്ക്. നല്ല എന്തെങ്കിലും ഐഡിയ നിനക്ക് കിട്ടും. എന്ത് കുന്തം കിട്ടുമെന്ന് ആന്റി? മിഥുൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമായിരുന്നു. മേഘനയ്ക്ക് പകരം ഞാനത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിൽ എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടിയേനെ. ഇപ്പൊ ആ മേഘന എവിടെ പോയി എന്ത് ചെയ്യണമെന്ന് ആർക്കറിയാം? ഇനി അവളെങ്ങാനും മിഥുനെ ഒറ്റയ്ക്ക് രക്ഷിച്ചോണ്ട് വന്നാലോ? ആ വലിച്ച സംയുക്ത മേഡം എങ്ങോട്ടാ പോയതെന്ന് വിളിച്ചു പറഞ്ഞിരുന്നോ? എന്താ വിവേകെ, എന്തു പറ്റി? എന്താ എല്ലാവർക്കും ഒരു ടെൻഷൻ? ഒരുപാട് തവണ വിളിച്ചു നോക്കിയിട്ടും സംയുക്ത മേഡം ഫോൺ എടുക്കുന്നില്ല. എന്തു പറ്റിയെന്നറിയാതെ ഞങ്ങളെല്ലാരും വല്ലാത്തൊരവസ്ഥയിലാ. വല്യേട്ടനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. നീ ഒന്ന് സമാധാനിക്കൂ വിവേകെ. മിഥുൻ എവിടെയാണെന്ന് സംയുക്ത കണ്ടുപിടിച്ചു കഴിഞ്ഞു. മിഥുനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സംയുക്ത പോയിരിക്കുക. അത് കേട്ടോ ആന്റി? എനിക്ക് കിട്ടിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവൾ തട്ടിയെടുത്തത്. മിഥുനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ മിഥുൻ എന്നോട് പഴയ പോലെ സ്നേഹം തോന്നിയേനെ. അങ്ങനെ വരുമ്പോ എന്നെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറായേനെ. ഇപ്പോഴും നിനക്ക് ആ അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്. ആദ്യം സംയുക്ത എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അവളുടെ പുറകെ വിട്ടാ മിഥുൻ എവിടെയാണെന്നുള്ളത് നിനക്ക് അറിയാൻ കഴിയും. എന്നിട്ട് നീ രക്ഷപ്പെടുത്തുന്നത് പോലെ മാറ്റിമറിക്കണം. പെട്ടെന്ന് ചെല്ല്. നോക്കി നിൽക്കുന്ന എന്തിനാ? എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. വാ. ഞാനീ കേട്ടതൊക്കെ സത്യം തന്നെയല്ലേ വലിച്ച? അതേടാ, ആരോ സംയുക്തയെ ഫോൺ ചെയ്ത് മിഥുൻ എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ തന്നെ സംയുക്ത എവിടേക്ക് പോയിട്ടുണ്ട്. സംയുക്ത തന്നെ പറയുന്ന എന്തിനാ ചേട്ടാ? മേഘന എന്ന് പേര് പറഞ്ഞ് വിളിക്കാലോ. നമ്മുടെ മോളെ നമ്മുടെ മോളായിട്ട് തന്നെ കാണാലോ. വല്യമ്മ എന്തൊക്കെയാ പറയുന്നേ? അത് സംയുക്ത മേഡം അല്ലേ? ഇത്രയും നാള് തീറ്റുന്ന നമ്മുടെ മേഘനയുടെ എല്ലാ കാര്യവും, അവള് തരണം ചെയ്തു വന്ന എല്ലാ പ്രതിസന്ധിയും ഞാൻ ഇപ്പോഴാ അറിയുന്ന വിവേക്. നമ്മുടെ മേഘന തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ തൊട്ട് മനസ്സിന് എന്ത് കുളിർമയാണെന്നറിയോ? എന്റെ മോളുടെ അവസ്ഥ മനസ്സിലാക്കാതെ ഇത്രയും നാള് ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയത്. ഇതൊക്കെ വല്യമ്മയോട് എങ്ങനെ പറയണമെന്നറിയാതെ ഞങ്ങളെല്ലാം നെഞ്ചിനകത്ത് തീയുമായിട്ട് നടന്നിരുന്നേ. ഇതിനൊക്കെ വല്യമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഇതുവരെയുള്ള സകല കാര്യങ്ങളും ഞങ്ങൾ രഹസ്യമാക്കി വെച്ചത് വല്യമ്മേ. അത് സാരമില്ല മോനെ. എന്റെ മേഘന തിരികെ വന്നല്ലോ എന്നുള്ള സന്തോഷത്തില് ഇത്തരം ചെറിയ കാര്യങ്ങളൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഇത്രയും വലിയൊരു കാര്യം അമ്മയോട് രഹസ്യാക്കി വെച്ചതിനും ചേച്ചി വേഷം മാറി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ചതിനും എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ആന്റിയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കും. അതൊന്നും വേണ്ട. നീ എന്ത് കാര്യത്തിന് എന്നോട് മാപ്പ് പറയാൻ നിൽക്കുന്നേ? യഥാർത്ഥത്തിൽ ഞാനാണല്ലോ നിങ്ങളോടൊക്കെ മാപ്പ് പറയേണ്ടത്. എന്റെ സന്തോഷത്തിന് വേണ്ടിയാ നിങ്ങൾ എല്ലാവരും ഇങ്ങനൊരു വേഷം കെട്ടിയത്. എന്റെ നന്മയെ കരുതിയ ഇത്രയും നാള് നിങ്ങൾ എല്ലാവരും തീ തിന്നത്. നിന്റെ ചേച്ചിയോടുള്ള കടപ്പാട് കാലം എത്ര കഴിഞ്ഞാലും വീട്ടിൽ തീർക്കാൻ പറ്റുമോ? അവള് ചെയ്ത ത്യാഗങ്ങൾക്ക് മുമ്പില് ഞാൻ എന്ത് ചെയ്താലാ പകരാവാന്നൊന്ന് പറഞ്ഞു താ മോളെ. അയ്യോ ആന്റി എന്താ ഇതൊക്കെ? എന്നോട് എന്തിനാ ആന്റി ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയുന്നത്? അങ്ങനെയല്ല ചാരു. നിന്റെ ചേച്ചി എനിക്ക് വേണ്ടി എത്ര വലിയ സാഹസ കാണിച്ചത്. ഈ കുടുംബത്തെ രക്ഷിക്കാൻ അവള് സ്വന്തം ജീവിത അടിയറവ് വെച്ചത്. എന്നിട്ടിപ്പോ ഇന്ന് അവള് പോയിരിക്കുന്നത് പോലും മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? ഇതുപോലൊരു മരുമോളെ കിട്ടാൻ എത്ര ജന്മത്തെ പുണ്യം വേണമെന്നോ? അവളെ മനസ്സിലാക്കാൻ ഒരിക്കലും ഞാൻ ശ്രമിച്ചിരുന്നില്ല. അതൊക്കെ ഓർക്കുമ്പോ എന്റെ നെഞ്ച് പെടയ മോളെ. അരുണിമേ, ഈശ്വരന്റെ കൃപ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ മേഘന വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നത്. നിനക്കറിയോ, നമ്മുടെ കുടുംബത്തിന്റെ വിളക്കാണ് നമുക്കിപ്പോ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ സന്തോഷിക്കേണ്ട സമയമല്ലേ അരുണിമേ? അതിനു പകരം നീ ഇപ്പൊ എന്തിനെങ്ങനെ കണ്ണീരൊഴുക്കുന്നേ? എന്തായി അർജുൻ? ആ പച്ചക്കറി കടക്കാരൻ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല മേഘ, നീ കണ്ടായിരുന്നോ? എനിക്ക് ഇതുവരെ അയാളെ കണ്ടെത്താൻ പറ്റിയില്ല. അയാൾ എവിടെയായിരിക്കും? എനിക്കും അതെന്താന്ന് മനസ്സിലാവുന്നില്ല അർജുൻ. അവര് മിഥുനേട്ടൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ മിഥുനേട്ടനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നീ വന്നേ, നമുക്ക് അവിടെയും കൂടി ഒന്ന് തപ്പി നോക്കാം. ചേട്ടാ, പറഞ്ഞ പോലെ വണ്ടി കൊണ്ടുവന്നുണ്ട്. എടാ രതീഷേ, നീ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നോടാ? ഞാൻ സ്ഥിരം വരുന്ന റൂട്ടിലൊക്കെ 2-3 ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടാ. അതുകൊണ്ട് വേറെ റൂട്ടിലാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത ക്ലൂ വെച്ച് സാം എന്തായാലും ഇപ്പോൾ സിറ്റി മാർക്കറ്റ് റോഡിന്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഇവരിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ ചെയ്യാ? സവോള സവോള കിലോ 30 രൂപ, കിലോ 30 രൂപ. സവോള സവോള കിലോക്ക് 30 രൂപ. സവോള വേണോ? സവോള സവോള വേണോ? സവോള കിലോക്ക് 30 രൂപ. അർജുൻ ഇതാ നോക്ക്. നല്ല സവോള കിലോക്ക് 30 രൂപ. ചേട്ടാ, എന്താ വേണ്ട പറ. സവോള എടുത്തോ, കിലോക്ക് 30 രൂപ. അതല്ല ചേട്ടാ, എനിക്കൊരു ചെറിയ സഹായം വേണം. പറ. ചേട്ടനിപ്പോ ഏത് വഴിക്കാ വന്നത്? അങ്ങനെ ഒരു റൂട്ടൊന്നും ഇല്ല കൊച്ചെ. കാണുന്ന വഴിയൊക്കെ വിളിച്ചു പോയി ഇങ്ങ് പോരുന്നേ. ചേട്ടാ, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആരോ കിലോ 10 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചില്ലേ? ചേട്ടനാണെങ്കിൽ അവരെ വഴക്ക് പറയുകയും ചെയ്തു. ആ സ്ഥലം ഇവിടെ എവിടെയാണെന്ന് പറയോ? ഓ അതാണോ? ഈ റോഡ് കഴിയുമ്പോഴേ വലത്തോട്ടേക്ക് ഒരു വഴിയുണ്ട്. അതിലൂടെ പോയ 4ാമത്തെ വീടാ. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. അർജുൻ വേഗം വാ.